ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രീമന്നാരായണീയം വരാഹ അവതാരം 12ാം ദശകമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 3 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ആ 3 ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് കണ്ടിട്ട് നമുക്ക് പുതിയതിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സ്വയംഭുവ മനുവിനെ ബ്രഹ്മാവ് സൃഷ്ടി നടത്താനായി നിയോഗിച്ചിരുന്നു. ആ ബ്രഹ്മാവിനാൽ നിയോഗിക്കപ്പെട്ട സ്വയംഭുവ മനു അനന്തരം സൃഷ്ടി ചെയ്യാനായി തുടങ്ങി. അപ്പോൾ ആ സൃഷ്ടി പ്രവൃത്തിയിൽ വ്യാപൃതനായിരുന്ന ആ സ്വയംഭുവ മനു പ്രളയകാലമാകാതെ അസമയത്ത് ഭൂമി ജലത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് അസമയം, അതായത് പ്രളയകാലമായിട്ടില്ല, അസമയത്ത് ഭൂമി ജലത്തിൽ മുങ്ങിപ്പോകുന്നതായി കണ്ടിട്ട് മുനിജനങ്ങളോടുകൂടി സത്യലോകത്ത് ചെന്ന് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചു. അല്ലേ? അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അത്യധികം സന്തുഷ്ടനായി വർത്തിക്കുന്ന ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഭഗവാനെ ഡയറക്റ്റല്ല, ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. മുനിജനങ്ങളും എല്ലാവരും കൂടെ സത്യലോകത്തേക്ക് പോയി എന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് കഷ്ടം പ്രജാ സൃജതിമയി അവനീർ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പതൽപ്ര. ഭൂമി വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയപ്പോൾ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സ്ഥലമില്ലാതെയായി. അപ്പോൾ അതിനുള്ള സ്ഥലം കൽപ്പിച്ചു തന്നാലും എന്ന് മനു ആരോട്? ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ പാദങ്ങളെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ ബ്രഹ്മാവിനോട്, സ്വയംഭൂവിനോട്, ആ ബ്രഹ്മാവിനോട് ജീവജാലങ്ങൾക്ക് ഇനി താമസിക്കാൻ സ്ഥലമില്ല, ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയി, അതിനുള്ള സ്ഥലം കൽപ്പിച്ചു തന്നാലും എന്ന് പ്രാർത്ഥിച്ചു. അപ്പം പ്രളയകാലത്ത് മുഴുവനും ജലം കുടിച്ചു തീർത്തതാണല്ലോ ഞാൻ. അതാണ് 3ാമത്തെ ശ്ലോകത്തിൽ ഹാ ഹാ വിഭോ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനെ ജലമഹം നബിബം പുരസ്താത. പണ്ട് ഞാൻ ഈ കാരണജലം മുഴുവൻ കുടിച്ചു വറ്റിച്ചതാണല്ലോ. പിന്നെ ഇപ്പോൾ അദ്യാവിമജ്ജതിമഹി, ഇപ്പം എങ്ങനെയാണ് ഈ ഭൂമി വെള്ളത്തിൽ മുങ്ങിപ്പോയത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാന്റെ പാദയുഗങ്ങളെ ശരണം പ്രാപിച്ചുകൊണ്ട് ഇരുന്ന ബ്രഹ്മാവിൻ്റെ മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടി ഒരു സമ്യക്കായി ഭവിച്ചു. എന്ത്? ശിശുകോല രൂപി ഒരു കുഞ്ഞ് പന്നിക്കുഞ്ഞ് മൂക്കിൻ്റെ ദ്വാരത്തിൽ കൂടി പുറത്തേക്ക് വന്നു. ഇതാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം 3 ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിക്കാം, എന്നിട്ടതിൻ്റെ അർത്ഥം നോക്കാം. അടുത്ത 3, 4, 5, 6 ശ്ലോകം. അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താത് ഭൂയോത കുംഭി സദൃശ സമജിംഭദസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിതിരകാത് സഹസൂനുവിസ്വൈഃ കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാ കിമു ഭവേദജിതസ്യ മായ.
ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം തം തേ നിനാദമുപകർണ്യ ജനസ്തവസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനുവൂർഭവന്തം തൽസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. പിന്നെ എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ അങ്കുഷ്ടമാത്ര വപുഹു ഉൽപ്പതിതഃ പുരസ്താത് ഭൂയഃ അഥ കുംഭിസദൃശഃ സമജൃംഭതാഃ ത്വം അപ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ വിസ്മേരതാം വിധിഃ അഗാത് സഹ സൂനുഭിഃ സ്വൈഃ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. അങ്കുഷ്ടമാത്രം, അങ്കുഷ്ടം എന്ന് പറയുന്നത് പെരുവിരലിനെയാണ് അങ്കുഷ്ടം എന്ന് പറയുന്നത്. അപ്പം മാത്ര എന്ന് പറഞ്ഞാൽ അളവ്. അപ്പോൾ ഒരു പെരുവിരലിൻ്റെ അത്ര മാത്രം വലിപ്പമുള്ള വപു എന്ന് പറഞ്ഞാൽ മൂർത്തി, ശരീരം എന്നൊക്കെ അർത്ഥം. മൂർത്തി ഉൽപ്പതിക്കുക എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുക, ചാടി വീഴുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ കുതിച്ച് ചാടി. വപുഹു ഉൽപ്പതിതഃ. പുരസ്താത് എന്ന് പറഞ്ഞാൽ മുൻപിലേക്ക്. പുരസ്തം എന്ന് പറഞ്ഞാൽ മുൻപിൽ. പുരസ്താത് എന്ന് പറയുന്നത് മുൻപിലേക്ക്. അപ്പം പെരുവിരലിൻ്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞുമൂർത്തി അങ്ങയുടെ മുൻപിലേക്ക് കുതിച്ച് ചാടി. അതായത് അങ്കുഷ്ടം, ചെറിയ പെരുവിരലിൻ്റെ മാത്രം അളവുള്ള ഒരു ചെറിയ മൂർത്തി മുൻപിലേക്ക് കുതിച്ച് ചാടി. ഭൂയഃ അഥ, ഭൂയ എന്ന് പറഞ്ഞാൽ വീണ്ടും, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, കുംഭിഃ സദൃശഃ. കുംഭി എന്ന് പറഞ്ഞാൽ ആനയുടെ പര്യായമാണ്. കുംഭം പോലെ തലയുള്ളത് കൊണ്ട് കുംഭി എന്ന ആനയ്ക്ക് പേര്. ആനയുടെ മസ്തകം ഒരു കുടം പോലെയാണ്. അതാണ് കുംഭി അസ്ഥി അസ്യ. ആരുടെ തലയിലാണോ കുംഭം പോലെയുള്ള മസ്തകമുള്ളത് അവൻ കുംഭി. അപ്പോൾ ആന പോലെ, ആനയെ പോലെ, കുംഭി സദൃശം എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ആനയെ പോലെ സമജൃംഭതാസ്ത്വം ഒന്നിച്ച് പറയുമ്പോൾ സമജൃംഭത എന്ന് പറഞ്ഞാൽ സമ്യക്കായി ജൃംഭിച്ചു. ജൃംഭനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലുതാകുക, വികസിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം അങ്ങ് വലിയതായി ഭവിച്ചു. എങ്ങനെ? ആനയെ പോലെ വലുതായി, ആനയെ പോലെ വികസിച്ച് സമജൃംഭതാഃ ത്വം കുംഭി സദൃശഃ. ആനയെപ്പോലെ വലുതായി ഭവിച്ചിട്ട് ഇത് മുമ്പിലേക്ക് ചാടി വീണു. ഒരാനയെപ്പോലെ. ആദ്യം പെരുവിരലിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കുഞ്ഞ് പന്നിക്കുഞ്ഞായിരുന്നു. അത് ആ മൂക്കിൽ കൂടെ പുറത്തേക്ക് ചാടി വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് എന്തായി ഭവിച്ചു? ഭൂയക വീണ്ടും അഥ അനന്തരം ആനയെപ്പോലെ കുംഭി സദൃശഃ സമജിംബധാസ്ത്വം. അങ്ങ് ആനയെപ്പോലെ അങ്ങ് വലുതായി വികസിച്ചു. എന്നിട്ടോ അപ്രം എന്ന് പറഞ്ഞാൽ ആകാശം, മേഘം എന്നൊക്കെ അർത്ഥമുണ്ട്. തഥാവിധം ഉദീക്ഷ്യ, തഥാവിധം എന്ന് പറഞ്ഞാൽ അപ്രകാരം. ഭവന്തം ഉച്ചൈഹി ഉദീക്ഷ്യ, അങ്ങ് ഉച്ചൈഹി, ഉച്ചയെന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന. അപ്പം ആനയെപ്പോലെ ഉയർന്നു നിൽക്കുന്ന അങ്ങയെ കണ്ടിട്ട്, ആകാശത്ത് കണ്ടിട്ട്, അപ്പം ആകാശത്ത് നിന്ന് അതെല്ലാവരും കണ്ടിട്ട് വിസ്മേരതാം വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് വിസ്മയിച്ചു, ആശ്ചര്യത്തെ ഭവിച്ചു. ആശ്ചര്യത്തോടുകൂടി
ആശ്ചര്യത്തെ പ്രാപിച്ചു. അഗാധം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, സഹ സഹ എന്ന് പറഞ്ഞാൽ കൂടെ. അപ്പം ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ സൂനുഭിഹി, സൂനു എന്ന് പറഞ്ഞാൽ പുത്രന്മാർ, അതായത് പ്രജാപതികളെല്ലാവരും സ്വന്തമായിട്ട് താനും, അതായത് ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരും എല്ലാവരും വിസ്മയത്തെ, ആശ്ചര്യത്തെ പ്രാപിച്ചു. അഗാധം എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക, ആശ്ചര്യത്തെ പ്രാപിച്ചു എന്നർത്ഥം. വരുവിരലിൻ്റെ അത്രയും ഉണ്ടായിരുന്ന ആ കുഞ്ഞുമൂർത്തി ആനയെപ്പോലെ വികസിച്ച് വലുതായി. അത് അങ്ങനെ വർദ്ധിച്ചു വന്ന അങ്ങയെ ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരും കണ്ടിട്ട് വിസ്മയത്തെ പ്രാപിച്ചു, ആശ്ചര്യത്തെ പ്രാപിച്ചു എന്നർത്ഥം. അങ്കുഷ്ടമാത്രവപുരുൽ പതിത പുരസ്താദ്, പുരസ്താദ് എന്ന് പറഞ്ഞാൽ മുൻപിൽ. ഭൂയോധ കുംഭി സദൃശ സമജൃംഭദാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിതിരകാത് സഹസൂനുവിസ്വൈഃ. ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരോട് കൂടി, അതാണ് സഹ, പുത്രന്മാരോടുകൂടി ബ്രഹ്മാവ് ആശ്ചര്യത്തെ പ്രാപിച്ചു എന്നർത്ഥം. കോസൗ അചിന്ത്യ, ഇവിടെ കോ അസൗ, കോ എന്ന് പറഞ്ഞാൽ ആര്, അസൗ അവൻ, അചിന്ത്യ ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹിമ. അപ്പം ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മഹിമയോട് കൂടിയ ഇവൻ ആരാണ്, അല്ലെങ്കിൽ അവൻ ആരാണ്? ഹൂ ഈസ് ദിസ്? ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹിമയോട് കൂടിയ ആരാണ്? കിടി, കിടി എന്ന് പറഞ്ഞാൽ പന്നി എന്നർത്ഥം. അപ്പം അത്രയും മഹിമയോട് കൂടിയ കിടി ഉദ്ധിതോ മേ, ഉദ്ധിത എവിടുന്ന ഉയർന്നു വന്നു, അത് എവിടുന്നാണ് വന്നേ? ഉദ്ധിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക. മേ നാസാപുടാതെ, എൻ്റെ നാസാപുടത്തിൽ നിന്ന്. അപ്പം ബ്രഹ്മാവിന് അത്ഭുതം ഉണ്ടായി. ബ്രഹ്മാവ് ഓർക്കുകയാണ്, എൻ്റെ ഈ നാസാദ്വാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഇവൻ ആരാണ്? ഇതാരാണ്? ഇത്രയും മഹിമ, ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹിമയോടുകൂടിയ ഇവൻ ആരാണ്? ഇതാരാണ് എൻ്റെ മൂക്കിൽ നിന്ന് വന്നത്, എൻ്റെ മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് വന്നത് എന്ന് ചോദിച്ചിട്ട് ചോദിക്കുകയാണ്. കിമു ആത്മഗതം ചെയ്യുകയാണ്. കിമു ഭവേത് അജിതസ്യമായ, അജിതൻ ആരാണ്? ബ്രഹ്മാവിൻ്റെ ഭഗവാനായിരിക്കുന്ന, അല്ലെങ്കിൽ പിതാവായിരിക്കുന്ന ആ ഭഗവാന്റെ മായയാണോ ഇത് എന്ന് ആത്മഗതം ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ് ബ്രഹ്മാവ്. അപ്പോൾ ഇത് അജിതസ്യമായ ഭഗവാന്റെ തന്നെ മായയാണോ എന്ന് ഒരു ക്വസ്റ്റ്യനാണ്, ചോദിക്കുകയാണ്. അതായത് എൻ്റെ മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് ഇത്രയും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം മഹിമയോടുകൂടിയ ഒരു പന്നി എൻ്റെ മൂക്കിൽ നിന്ന് വന്നത് ഇത് ഭഗവാന്റെ തന്നെ മായയാണോ എന്ന് ഇപ്രകാരം വിചിന്തേതി, ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സപ്തമിയാണ് അവിടെ, സതീസപ്തമി എന്ന് പറയും. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധാതരി, ബ്രഹ്മാവാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ധാതരി ബ്രഹ്മാവ് ഇങ്ങനെ ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശൈലമാത്രഹ ഭവൻ സദ്യ, പെട്ടെന്ന് പർവ്വതം പോലെ ഭവിച്ചു. അല്ലേ? ഇത് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുക, അങ്ങനെ അതിശയിച്ചിരിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ മൂക്കിൻ്റെ ദ്വാരത്തിൽ നിന്ന് അങ്ങ് ഭവിച്ചു അല്ലേ? അത് ഭഗവാന്റെ മായയാണോ എന്ന് ബ്രഹ്മാവ് ചിന്തിച്ചു അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് അങ്ങനെ ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ശൈലമാത്രനായി ഭവിച്ചു. എങ്ങനെ? ജഗർജിത ഘോരഘോരം. ജഗർജിത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗർജിച്ചുകൊണ്ട്, ഗർജനത്തോടുകൂടി. ഘോരഘോരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി, ഭയങ്കരമായ ഗർജനത്തോടുകൂടി അങ്ങ് അവതരിച്ചു അല്ലേ എന്ന്. കില എന്ന് പറഞ്ഞാൽ അല്ലേ, അത്രേ. അല്ലെങ്കിൽ ഭട്ടതിരിപ്പാട് പറയാണ്,
ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് വന്നു ഈ പന്നിക്കുഞ്ഞ്, ഈ ഒരു കുഞ്ഞു പന്നി, അതും ഇത്ര ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര മഹിമയോടുകൂടിയ ഈ പന്നി ഭഗവാന്റെ തന്നെ മായയാണോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായി ഗർജിച്ചുകൊണ്ട് ശൈലമാത്രനായി തീർന്നു. ശൈലമാത്രനായി ഭവിച്ചു. ഭവൻ എന്ന് പറഞ്ഞാൽ ഭവിക്കുക, സദ്യ പെട്ടെന്ന് ഭവിച്ചു അല്ലേ എന്നാണ് ഭവൻ കില എന്നുള്ളത്. അപ്പോൾ ഗർജിച്ചുകൊണ്ട് അങ്ങ് പർവ്വതം പോലെ വളർന്നു അല്ലേ, അങ്ങനെ വികസിച്ചു, പർവ്വതം പോലെ ആയിത്തീർന്നില്ലേ എന്ന്. കോസാവ ചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതിദാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ഗർജിത എന്ന് പറഞ്ഞാൽ തായല്ലത്, ഗർജിത, തായിത്തയാണ്. ഗർജിച്ചുകൊണ്ട്, ഭയങ്കരമായി ഗർജിച്ചുകൊണ്ട് അവതരിച്ചു അല്ലേ എന്ന്. അടുത്ത ശ്ലോകം. തന്തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഹ സത്യസ്ഥിതാശ്ച മുനയോ നുനുവൂർഭവന്തം തം തേ നിനാദം ഉപകർണ്യ ജനക തപക താഹ സത്യസ്ഥിതാഹ ച മുനയഃ നുനുവുഹു ഭവന്തം. നുനുവുഹു ഭവന്തം, അങ്ങയെ സ്തുതിച്ചു. നുനുവൂർ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. അങ്ങയെ സ്തുതിച്ചു. ആര്? മുനയഃ, ജനഃ, തപഃ, താഹ, സത്യഃ, സ്ഥിതാശ്ച എന്ന് പറഞ്ഞാലോ, ജനലോകത്തും തപലോകത്തും സത്യലോകത്തുമുള്ള എല്ലാവരും മുനിമാരും ഒക്കെ അങ്ങയെ സ്തുതിച്ചു. അത് കേട്ടിട്ട്, നിനാദം, ആ ശബ്ദം കേട്ടിട്ട് എന്ന്. അതായത് ഭയങ്കര ഗർജനത്തോടു കൂടി മൂക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഗർജനം കേട്ടിട്ട് ജനലോകത്തും തപലോകത്തും സത്യലോകത്തുമുള്ള ജനങ്ങളും മുനികളും എല്ലാവരും നുനുവു, അങ്ങയെ സ്തുതിച്ചു എന്നർത്ഥം. നുനുവൂർ ഭവന്തം, ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങയെ സ്തുതിച്ചു. ഇനി തത് സ്തോത്രഹർഷുലമനാഹ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തി അവാതരസ്ഥ അവാതരഹ ത്വം. അതായത് ഈ സ്തോത്രമെല്ലാം സ്തുതിച്ച ആ സ്തോത്രത്തിലെല്ലാം കേട്ട് സന്തോഷിച്ച മനാഹ, അതാണ് ഹർഷുലമന, ഹർഷം സന്തോഷം, മനഃ മനസ്സ്, സന്തോഷിച്ച മനസ്സോടുകൂടി പരിണദ്യ ഭൂയഃ വീണ്ടും തോയാശയം, ആ വിപുലമായ മൂർത്തി, ആ വലിയ മൂർത്തി എന്തു ചെയ്തു? വെള്ളത്തിലേക്ക് എടുത്ത് ചാടി, ജലത്തിലേക്ക് ഇറങ്ങി എന്നാണ്. അവാതരഹാത്വം, അങ്ങ് ജലത്തിൽ അവതരിച്ചു എന്ന് സാരം. അപ്പോൾ നമുക്ക് തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഹ സത്യസ്ഥിതാശ്ച മുനയോ നുനുവൂർഭവന്തം തസ്തോത്രഹർഷുലമനാഹ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. അവാതരഹാത്വമാണ്. അപ്പോൾ ഇവിടെ ആ 3 ശ്ലോകങ്ങൾ ഒന്നും കൂടി വായിച്ചിട്ട് അർത്ഥം നോക്കാം. അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താത് ഭൂയോഥ കുംഭി സദൃശ സമജൃംഭദസ്ത്വം അഭ്രേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിധിരകാൽ സഹസൂനുഭിസ്വൈഃ. ഇവിടെ ഒന്നിച്ചും വായിക്കാം. പുരസ്താത് കഴിഞ്ഞിട്ട് ഭൂയോധ കുംഭി അവിടെ എല്ലാം ഒന്നിച്ചാണ്. അങ്കുഷ്ടമാത്ര വപുരുൽപതിത പുരസ്താത് ഭൂയോധ കുംഭി സദൃശ സമജിംഭദാസ്ത്വം ഒന്നിച്ച്. എന്നിട്ട് അപ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർവിസ്മേരതാം, ഉച്ചൈർവിസ്മേരതാം എന്നോ അല്ലെങ്കിൽ ഉച്ചൈഹി വിസ്മേരതാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം അങ്ങ് ആദ്യം ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിൽ നിന്നും, ഇത് മേൽപ്പത്തൂർജി ഭഗവാനോട് പറയുന്നതാണ്. അങ്കുഷ്ടമാത്ര ശരീരനായിട്ട് ഉത്ഭവിച്ചു,
പിന്നീട് ഗജരാജതുല്യനായി വളർന്നു, അല്ലേ? പെരുവിരലിൻ്റെ അത്രയും ഉണ്ടായിരുന്ന പിന്നെ ആനയായിട്ട് വളർന്നു എന്ന് പറഞ്ഞു. മേഘമാർഗത്തോളം ഉന്നതനായി ഭവിച്ച അങ്ങയെ ബ്രഹ്മാവ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ രൂപത്തെ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടൊപ്പം, പുത്രന്മാരാരാ? പ്രജാപതിമാരൊക്കെ. ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചതൊക്കെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ എല്ലാ പ്രജാപതിമാരോടും പുത്രന്മാരോടൊപ്പം മുഖമുയർത്തി അത്ഭുതപരതന്ത്രനായി നോക്കി നിന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം കോസാവചിന്യ മഹിമാ കിടിരുത്തിദോ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം. ആരാലും ചിന്തിക്കാൻ പോലും കഴിയാത്തതായ മാഹാത്മ്യത്തോടു കൂടിയ ഒരു വരാഹം, ഒരു പന്നി എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും ഉത്ഭവിച്ചു. ഇവൻ ആരായിരിക്കും? ഹൂ ഈസ് ദീസ്? അനന്തമഹിമാവാർന്ന അജിതൻ്റെ മായാവിലാസം തന്നെ ആയിരിക്കുമോ എന്നിപ്രകാരം ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കെ അങ്ങ് പർവ്വതം പോലെ ശൈലസദൃശം വളർന്ന് ഏറ്റവും ഭയങ്കരമായി ഗർജിച്ചു. ഗർജനത്തോടുകൂടി പർവ്വതം പോലെ വളർന്നു വന്ന് മുമ്പിൽ നിന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഗർജനം, അതായത് ആരാലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് വളർന്നു വന്നു എന്ന അർത്ഥം. മൂന്നാമത്തെ ശ്ലോകം, ആറാമത്തെ ശ്ലോകം. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനൂർഭവന്തം തസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയസ്തോയാശയം. സ്തോയാശയം ഒന്നിച്ച് വായിക്കാം. തോയാശയം. ആ ഭൂയഹ തോയാശയം, തോയം വെള്ളമാണ്. അപ്പോൾ തോയാശയം എന്ന് പറഞ്ഞാൽ ജലത്തിലേക്ക്, സമുദ്രം അല്ലെങ്കിൽ ജലത്തിലേക്ക്. അപ്പം ഭൂയഹ എന്ന് പറഞ്ഞിട്ട് തോയാശയമാണെങ്കിൽ തോ പറഞ്ഞാൽ മതി. ഭൂയസ്തോയാശം എന്നാണെങ്കിൽ സാ ചേർത്ത് പറയണം. വിപുലമൂർത്തിരവാതരസ്ത്വം, വിപുലമൂർത്തി അവാതരകാത്വം എന്ന് ഇത് അതൊന്നിച്ചും വായിക്കാം. അങ്ങനെ അങ്ങയുടെ ഗർജനം കേട്ട് ജനലോകത്തിലും തപലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന മുനിമാർ അങ്ങയെ സ്തുതിച്ചു. അവരുടെ സ്തുതി സങ്കീർത്തനങ്ങളാൽ സന്തുഷ്ടമാനസനായ അങ്ങാകട്ടെ സ്വന്തം ശരീരത്തെ വീണ്ടും വലുതാക്കിക്കൊണ്ട് വികസിപ്പിച്ചുകൊണ്ട് ജലത്തിലിറങ്ങി എന്ന് ആറാമത്തെ ശ്ലോകം. ഇനി ഇത് മൂന്നും ഒന്നിച്ചൊന്നും കൂടി വായിച്ചു തരാം. അങ്കുഷ്ടമാത്ര വപുരുത്പതിത പുരസ്താത് ഭൂയോധകുംഭി സദൃശ സമജിംഭദാസ്ത്വം അഭ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിതിരക സഹസൂനുഭിസ്വൈഃ കോസാവചിന്യ മഹിമാ കിടിരുത്തിദോ മേ നാസാപുടാ കിമു ഭവേദജിതസ്യ മായാം ഇത്തം വിചിന്തയതി ദാതരി ശൈലമാത്രഃ സദ്യോ ഭവൻ കില ജഗർജിതഘോരഘോരം തന്തേ നിനാദമുപകർണ്യ ജനസ്തപസ്താഃ സത്യസ്ഥിതാശ്ച മുനയോ നുനൂർഭവന്തം തത്സ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയഃ തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.